നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വർഷം CBSE 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് 2025-26 അക്കാഡമിക് ഇയറിലെ 10th സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CBSE ഇന്നലെ ഒരു അനൗൺസ്മെന്റ് നടത്തുകയുണ്ടായി. അടുത്ത വർഷം മുതൽ, അതായത് 2026 മുതൽ 2 ബോർഡ് എക്സാം കണ്ടക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു ഇന്റേണൽ അസസ്മെന്റേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാനൊരു ആകാംക്ഷ കാണും, എങ്ങനെയായിരിക്കും ഈ 2 എക്സാംസ് നടത്തുന്നത്, എന്നാണ് 2 എക്സാം, നമുക്ക് 2 എക്സാം എഴുതേണ്ടതുണ്ടോ എന്നുള്ളതിനെ കുറിച്ചെല്ലാം വിശദീകരിക്കാനാണ് ഇന്നത്തെ വീഡിയോ ഞാനിന്ന് ചെയ്യുന്നത്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ ഭാഗമായിട്ട് നിങ്ങളുടെ എക്സാം സ്ട്രെസ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ എക്സാമിന്റെ ഫിയർ കുറയ്ക്കുക എന്നുള്ളതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് CBSE ഇങ്ങനത്തെ ഒരു അനൗൺസ്മെന്റ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. ഈ 2 എക്സാം വർഷത്തിൽ നടത്തുന്നത്, ആദ്യത്തെ എക്സാം ഫെബ്രുവരി മിഡിലായിരിക്കും, അതായത് മിഡ് ഫെബ്രുവരിയിലായിരിക്കും ആദ്യത്തെ എക്സാം നടത്തുന്നത്. അതിന്റെ റിസൾട്ട് അവർ ഏപ്രിൽ തന്നെ പബ്ലിഷ് ചെയ്യും. അടുത്ത എക്സാം നടത്തുന്നത് മെയ് മാസത്തിലാണ്. അതിന്റെ എക്സാമിനേഷൻ റിസൾട്ട് അവർ ജൂണിൽ പബ്ലിഷ് ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ ടെന്റേറ്റീവ് ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അനൗൺസ്മെന്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് എക്സാം എല്ലാവർക്കും മാൻഡേറ്ററി ആണ്, അതായത് കമ്പൽസറി ആയിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം ആണ് ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. ഇതിൽ പാസ്സാവുന്ന കുട്ടികൾക്ക് ഇംപ്രൂവ്മെന്റ് വേണമെങ്കിൽ നടത്താം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒറ്റ എക്സാം കൊണ്ടിട്ട് നിങ്ങളുടെ എക്സാമിനേഷൻ അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മാർക്ക് വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെയിലുള്ള സെക്കൻഡ് എക്സാമും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇതിലൊരു കണ്ടീഷൻ അവർ പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് എക്സാം 3 or more സബ്ജക്റ്റ് നിങ്ങൾ എഴുതിയിരിക്കണം. ഇനി അഥവാ നിങ്ങൾ 3 or more സബ്ജക്റ്റ് എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇനി എക്സാം എഴുതണമെങ്കിൽ അടുത്ത വർഷം വരെ കാത്തിരിക്കണം. അതായത് അടുത്ത ഫെബ്രുവരിയിൽ വരുന്ന എക്സാം മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുള്ളൂ. എസെൻഷ്യൽ റിപ്പീറ്റ് എന്നുള്ള കാറ്റഗറിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുക. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാമിനേഷനിൽ സപ്ലിമെന്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വരുന്ന എക്സാമിനേഷൻ, അതായത് മെയിൽ വരുന്ന എക്സാമിനേഷന് നിങ്ങൾക്ക് കമ്പാർട്ട്മെന്റ് കാറ്റഗറിയിലായിരിക്കും നിങ്ങളെ പെടുത്തുന്നത്. അതായത് ഇംപ്രൂവ്മെന്റ് അല്ല, കമ്പാർട്ട്മെന്റ് കാറ്റഗറിയിലായിരിക്കും നിങ്ങളെ പെടുത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് എക്സാമിനേഷൻ നിങ്ങൾ കമ്പൽസറി ആയിട്ട് എഴുതണം. സെക്കൻഡ് ഓപ്ഷൻ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയാൽ മതിയെന്ന്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഒരു ലെറ്റർ ഓഫ് കൺസെന്റ് നൽകേണ്ടതുണ്ട്. അതായത് ഈ ഫസ്റ്റ് എക്സാമിനേഷൻ കമ്പൽസറി ആയിട്ട് നിങ്ങൾ LOC ഫില്ല് ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ LOC ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് രണ്ടിന് LOC സെപ്പറേറ്റ് ആയിരിക്കും. ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്കീം അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളൊരു സ്പോർട്സ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് എക്സാമിന്റെ അതേ സമയത്ത് തന്നെ ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റി വരികയാണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. ഫസ്റ്റ് എഴുതണം എന്നുള്ള കമ്പൽസറി ഇല്ല അവിടെ. അതോടൊപ്പം തന്നെ ഈ വിന്റർ ബൗണ്ട് സ്കൂൾസ്, അതായത് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലുള്ള സ്കൂളിലെ കുട്ടികൾക്ക് ഫസ്റ്റ് എക്സാം എഴുതണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾ സെക്കൻഡ് എക്സാം എഴുതിയാലും മതി, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇനി ഇന്റേണൽ അസസ്മെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലും മാത്രമേ ഇന്റേണൽ അസസ്മെന്റ് ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ ഫസ്റ്റ് മെയിൻ എക്സാം നടത്തുന്നതിന് മുന്നേ ആയിട്ടായിരിക്കും ഈ ഇന്റേണൽ അസസ്മെന്റ് നടത്തുന്നത്. സിലബസും സ്കീമും എല്ലാം നിങ്ങൾ ഇപ്പോൾ എന്താണ് ഫോളോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും അടുത്ത വർഷവും ഉണ്ടാവുക. അതായത് ഫുൾ സിലബസ് കവർ ചെയ്തിട്ടായിരിക്കും എക്സാമിനേഷൻ നടത്തുക. നിങ്ങളുടെ ഫസ്റ്റ് എക്സാമിനേഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ പെർഫോമൻസ് നിങ്ങളുടെ ഡിജി ലോക്കറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് 11th അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇനി സെക്കൻഡ് എക്സാമിനേഷൻ എഴുതാൻ ആഗ്രഹമില്ലാത്ത കുട്ടികൾക്ക് ഈ മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് 11th വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പാസിംഗ് ഡോക്യുമെന്റും മെറിറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം ഈ സെക്കൻഡ് എക്സാമിനേഷൻ എഴുതിയതിനു ശേഷം അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റിന്റെ ഫോട്ടോ കോപ്പി, അതല്ലെങ്കിൽ വേരിഫിക്കേഷൻ വേണമെങ്കിലോ അതല്ലെങ്കിൽ റീവാലുവേഷൻ വേണമെങ്കിലോ ഇതെല്ലാം സെക്കൻഡ് എക്സാമിനേഷന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഇനി മെയിൻ എക്സാമിനേഷൻ, അതായത് ഫസ്റ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യാത്ത സ്റ്റുഡൻസിനും 11th അഡ്മിഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതിൽ നിങ്ങളെ പ്രൊവിഷണൽ ആയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ അവർ നൽകും. നിങ്ങളുടെ എക്സാമിനേഷൻ റിസൾട്ട് വന്ന് നിങ്ങൾ പാസ്സായതിനു ശേഷം മാത്രമേ നിങ്ങളുടെ അഡ്മിഷൻ അവർ കൺഫേം ആക്കുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പുതിയ അനൗൺസ്മെന്റിൽ CBSE പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇനി പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ അപ്പോൾ അത് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from team Amazing Academics.